വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഞാനിത് പറയുന്നത് ഒരുപാട് പെൺകുട്ടികൾ അതിലിങ്ങനെ വീണ് പോവാണ് അല്ലേ. നമ്മുടെ മുന്നിൽ ഒരുപാട് വാർത്തകൾ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ എന്തേ പഠിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ പല കോണുകളിലും അറിഞ്ഞിട്ടും ഇങ്ങനെ വാഗ്ദാനങ്ങൾ തരുമ്പോൾ അതിലേക്ക് ചാടി വീഴുക, അല്ലെങ്കിൽ അതിലേക്ക് പോവുക, സ്വന്തം മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ട് അവരറിയിക്കാതെ ഇതുപോലെയുള്ളവരുടെ കൂടെ കഴിഞ്ഞുകൂടുക, എന്നിട്ട് അവസാനം ഞാൻ കെട്ടില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അത് എഴുതി വെച്ചങ്ങാണ്ട് മരിക്കുക, അതല്ലെങ്കിൽ പോയിട്ട് കേസ് കൊടുക്കുക. ഇങ്ങനെയുള്ള സംഗതികളാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത്. ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മുടെ മുന്നിൽ കാണുന്നത് എന്തുറപ്പാണുള്ളത്? നമുക്കിങ്ങനെ ഒരു വാഗ്ദാനം ഒരാൾ തരുമ്പോൾ എന്തുറപ്പിലാണ് ചെന്ന് തലവെക്കുന്നത്? കാരണം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്, നാടാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് അവർ ഉന്നതമായ വിദ്യാഭ്യാസം നേടണം, അവർ നന്നായി പഠിക്കണം എന്ന് കരുതിയിട്ട് എല്ലാ സൗകര്യങ്ങളും മാതാപിതാക്കൾ തരുമ്പോൾ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എൻ്റെ സ്വയം താല്പര്യം അനുസരിച്ച് ജീവിക്കാൻ ഇതുപോലുള്ളവരുടെ കൂടെ പോവുകയും അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് എല്ലാം ചെയ്യാൻ നിന്ന് കൊടുക്കുകയും ചെയ്തിട്ട് അവസാനം ഇങ്ങനെ മൂങ്ങ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ തന്നെയല്ലേ തെറ്റുകാർ. അതിനെ വിശ്വസിക്കുക. പെണ്ണിൻ്റെ മനസ്സിൽ ഓലമാണ്. പക്ഷെ മുന്നിലുള്ള പാഠങ്ങൾ നമുക്കെപ്പോഴും മാതൃകയാവണം. അത് പഠിക്കണം, അതിനനുസരിച്ച് നീങ്ങണം. അതല്ലെങ്കിൽ നിങ്ങൾ ബലിയാടാക്കുന്ന നിങ്ങളുടെ ജീവിതം തന്നെയാണ്. ഒരാളുടെയും വാക്കിന് നമ്മൾ ഉറപ്പ് കൊടുക്കരുത്. ആ ഉറച്ച വിശ്വാസം നമ്മൾ അങ്ങ് കൊടുക്കരുത്. അഗന്ധമായാലും എന്താ പറയുക, അഗാധമായി വിശ്വാസം ഒരാളിലേക്ക് കൊടുത്തിട്ട് അയാൾ വഞ്ചിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന വല്ലാത്തൊരു വേദനയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ വരുന്നതിനെല്ലാം വിശ്വസിക്കാൻ നിൽക്കരുത്. അവസാനം നമ്മൾ തന്നെ കരയേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ പെൺകുട്ടികളോട് പറയുന്നത്, നിങ്ങളോടുള്ള ഒരു ബഹുമാനവും സ്നേഹം കൊണ്ട് പറയാൻ, തരുന്ന എല്ലാ വാഗ്ദാനങ്ങളും വിശ്വസിക്കരുത്. ആ വിശ്വാസത്തോടുകൂടി പോവരുത്. വഞ്ചിക്കപ്പെടാനുള്ള വഴികളിലേക്ക് നീങ്ങരുത്. നിങ്ങളെ കാത്തു നിൽക്കുന്ന, നിങ്ങൾക്കൊരു നല്ലൊരു ജീവിതം തരണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളെ ഉണ്ടാക്കി വലുതാക്കിയ നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കളെ വഞ്ചിക്കരുത്. അവരെ മനസ്സ് വേദനിപ്പിക്കരുത്. അവരെ നിങ്ങൾ വിശ്വസിക്കുക, അവരുടെ കൂടെ ജീവിക്കുക, അവരോടൊപ്പം കഴിഞ്ഞുകൂടുക, അവരോടൊപ്പം സന്തോഷം പങ്കിടുക, അവരുമായി നിങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ആദ്യം പറയുക.